ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. ഞാൻ അവരോടുകൂടി ഉണ്ടായിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു. ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു. വിശുദ്ധ ലിഖിതം പൂർത്തിയാകുവാൻ വേണ്ടി നാശത്തിൻ്റെ പുത്രനല്ലാതെ അവരിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. ഇതെല്ലാം ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അവർക്കുണ്ടാകേണ്ടതിനാണ്. അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു. എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്കും സ്തുതി. ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം. ഇന്നത്തെ സുവിശേഷ വായനയിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിനാൽ പ്രതിഫലനത്തിൻ്റെയും പ്രത്യാശയുടെയും അഗാധമായ നിമിഷത്തിലേക്ക് നാം ആകർഷിക്കപ്പെടുന്നു. അവൻ്റെ പ്രാർത്ഥന ഐക്യത്തിനും സംരക്ഷണത്തിനുമുള്ള ഒരു ആഹ്വാനമാണ്. നാം ഈ ലോകത്തിലാണെങ്കിലും നാം അതിൽപ്പെട്ടവരല്ല എന്ന ഓർമ്മപ്പെടുത്തലാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെ വിട്ടുപോകാൻ തയ്യാറെടുക്കുമ്പോൾ ലോകത്തിലെ തിന്മയിൽ നിന്ന് അവരെ സംരക്ഷിക്കാനും സത്യത്തിലൂടെ അവരെ വിശുദ്ധീകരിക്കാനും താനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ അവരെ ഒന്നിപ്പിക്കുവാനും അവൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഈ ഐക്യം കേവലം ശിഷ്യന്മാർക്കിടയിലുള്ളതല്ല, മറിച്ച് അവൻ്റെ പഠിപ്പിക്കലുകൾ പിന്തുടരുന്ന നമുക്കെല്ലാവർക്കും വ്യാപിക്കുന്നു. പിതാവും പുത്രനും തമ്മിലുള്ള സമ്പൂർണ്ണ യോജിപ്പിനെ പ്രതിഫലിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള ഒരു ദൈവിക ഐക്യമാണിത്. ലോകം പലപ്പോഴും വിഭജനവും പ്രയാസവും നിറഞ്ഞതായി തോന്നാം. എന്നാൽ യേശു നമ്മെ വേറിട്ട് നിർത്തി നമ്മെ വിശുദ്ധീകരിക്കുന്ന, നമ്മെ വിശുദ്ധരാക്കുകയും ഒരു പ്രത്യേക ഉദ്ദേശ്യത്തിനായി വേറിട്ട് നിർത്തുകയും ചെയ്യുന്ന സുവിശേഷത്തിൻ്റെ സത്യം അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. ഈ സത്യത്തിൽ വിശ്വസിക്കാൻ മാത്രമല്ല, ദയ, സ്നേഹം, നിർമ്മലത എന്നിവയുടെ പ്രവർത്തനങ്ങളിലൂടെ അത് ദൃശ്യമാക്കിക്കൊണ്ട് അനുദിനം ജീവിക്കാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിനെ പോലെ തന്നെ അവൻ്റെ അനുയായികളും ലോകത്തിലേക്ക് ഐക്യപ്പെട്ടിരിക്കുന്നുവെന്ന് യേശുവിൻ്റെ പ്രാർത്ഥനയും ഊന്നിപ്പറയുന്നു. നാം ലോകത്തിൽ നിന്ന് പിൻവാങ്ങാനല്ല, മറിച്ച് സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ധീരതയോടും എന്നാൽ ജാഗ്രതയോടെയും അതിനോട് ഇടപെടുകയാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നാം വെളിച്ചത്തിൻ്റെ വിളക്കുകളും പ്രതീക്ഷയുടെ ഉറവിടങ്ങളും ആയിത്തീരുന്നു. മെച്ചപ്പെട്ടതും കൂടുതൽ ഏകീകൃതവുമായ അസ്തിത്വത്തിലേക്കുള്ള വഴി കാണിക്കുന്നു. അതുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ വാക്കുകളിൽ നിന്ന് ഹൃദയം എടുക്കാം. അവൻ്റെ സ്നേഹത്താലും സത്യത്താലും നാം സംരക്ഷിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ഏകീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ അറിവിനാൽ ധൈര്യപ്പെട്ട്
ദൈവിക ജ്ഞാനത്താൽ നയിക്കപ്പെടുകയും സമാധാനവും ഐക്യവും കൊണ്ടുവരാനുള്ള ഒരു ദൗത്യത്താൽ നയിക്കപ്പെടുകയും ചെയ്യുന്ന അതിൻ്റെ ഉൽപ്പന്നമായിട്ടല്ല, മാറ്റത്തിൻ്റെ പ്രയോക്താക്കളായി നമുക്ക് ലോകത്തിലേക്ക് മുന്നേറാം. ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ, വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്നുള്ള ഈ വചനങ്ങളെ നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെയും അസ്തിത്വത്തിൻ്റെയും ശ്രദ്ധ കർത്താവിൽ നിലനിർത്താനും അവനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഹൃദയത്തിലും മുൻഗണനയിലും നിർത്താനും നമുക്കെല്ലാവർക്കും തുടർന്നും പരിശ്രമിക്കാം. നാം ചെയ്യുന്ന എല്ലാ വാക്കുകളിലും പ്രവൃത്തികളിലും, നാം ചെയ്യുന്ന എല്ലാ ഇടപെടലുകളിലും, നമ്മുടെ മാതൃകാപരമായ ജീവിതത്തിലൂടെയും, നമ്മുടെ നല്ലതും യോഗ്യവുമായ പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും നല്ലതും തിളങ്ങുന്നതുമായ മാതൃകകളായിരിക്കാം. നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും വേണ്ടി നമ്മൾ ഓരോരുത്തരും എപ്പോഴും കർത്താവിനും അവൻ്റെ സത്യത്തിനും ഉപദേശങ്ങൾക്കും സ്നേഹത്തിനും സാക്ഷ്യം വഹിക്കണം. അല്ലാത്ത പക്ഷം നമ്മുടെ പ്രവൃത്തികളും വാക്കുകളും നമ്മുടെ പ്രവർത്തനത്തിന് വിരുദ്ധമാണെങ്കിൽ വാസ്തവത്തിൽ അവനെയും അവൻ്റെ വിശുദ്ധ നാമത്തെയും അപകീർത്തിപ്പെടുത്താം. കർത്താവ് നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളിലും വിശ്വസിക്കുക. അങ്ങനെയെങ്കിൽ ആ മതഭ്രാന്തന്മാരും വ്യാജ നേതാക്കന്മാരും ദൈവത്തിൽ നിന്നുള്ള ന്യായമായ അനന്തരഫലങ്ങൾ അഭിമുഖീകരിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ പ്രവർത്തികൾക്ക് നാം പൂർണ്ണമായി ഉത്തരവാദികളായിരിക്കും. ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ, കർത്താവിനോട് കൂടുതൽ വിശ്വസ്തയോടെ ജീവിക്കാനും അവനെ ശ്രവിക്കാനും നാം എല്ലായ്പ്പോഴും അവൻ്റെ ഇഷ്ടം അനുസരിക്കാനും ഉള്ള നമ്മുടെ പ്രതിബദ്ധത നമുക്കെല്ലാവർക്കും പുതുക്കാം. ജീവിതവും അവനോടുള്ള നമ്മുടെ വലിയ സ്നേഹം, പ്രതിബദ്ധത, ഭക്തി എന്നിവയിലൂടെ നമുക്കെല്ലാവർക്കും നമ്മുടെ മാതൃകാപരമായ ജീവിതത്തിലൂടെ അവനെ മഹത്വപ്പെടുത്തുന്നത് തുടരാം. നമ്മുടെ സഹക്രിസ്ത്യാനികൾക്കും കർത്താവിനെയും അവൻ്റെ രക്ഷയെയും അവൻ്റെ സത്യത്തെയും ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത എല്ലാവർക്കും പരസ്പരം നല്ലതും യോഗ്യവുമായ മാതൃകകളും പ്രചോദനങ്ങളും ആയിരിക്കാം. നമ്മളിലൂടെ അവർ അവനെ അറിയാനും അവനിൽ വിശ്വസിക്കാനും വേണ്ടി സ്നേഹിക്കുക. നമ്മുടെ എല്ലാ നല്ല പ്രയത്നങ്ങളിലും കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി.